കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ രാത്രികാലം ഉറങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഉണരാതെ പോയപ്പോൾ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. ദൈവവചനവുമായിട്ട് നമ്മുടെ ദിവസം ആരംഭിക്കുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് മാറുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രഭാത മനയുടെ ചിന്താവിഷയം അനുസരണവും വിശുദ്ധീകരണവും എന്നുള്ളതാണ്. എന്താണ് ചിന്താവിഷയം? അനുസരണവും വിശുദ്ധീകരണവും. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചിരിക്കുന്നത്. വളരെ സുപ്രധാനമായൊരു വാക്യമാണ്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. നമുക്കറിയാം, ആദിമ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചതിന്റെ അനന്തരഫലമായി അവൻ അശുദ്ധിയിൽ വീണു. അവരുടെ അനുസരണക്കേടിന്റെ ദൃഷ്ടാന്തം പിന്തുടർന്ന് നാം അശുദ്ധിയിൽ വീഴാതെ നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യമാണ്. തന്റെ ജനം തനിക്ക് വിശുദ്ധന്മാരായിരിക്കേണ്ടതിനാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാം ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആവർത്തനം 7-6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താ വായിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകും. ദൈവത്തിന്റെ സ്തോത്രം. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ എന്തിനാ തിരഞ്ഞെടുത്തത്? ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്ത, പിന്നെയോ നീ സകല ജാതികളെക്കാളും ഏറ്റവും ചെറിയവരല്ലോ, കുറഞ്ഞവരല്ലോ ആയിരുന്നത്. അപ്പൊ ദൈവം നിന്റെ ജനത്തെ തിരഞ്ഞെടുത്തത് അവർ സംഖ്യയിൽ അവരുടെ പെരുപ്പം കണ്ടിട്ടല്ല, പിന്നെയോ അവർ ഏറ്റവും കുറഞ്ഞവരായതുകൊണ്ടാണ്. എന്തിനാ തിരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ വിശുദ്ധ ജനമായിരിക്കേണ്ടതിന്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആവർത്തനം 14:2 അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന്, വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരുവന് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. തന്റെ ജനം തനിക്കെന്നും വിശുദ്ധന്മാരായിരിക്കേണ്ടതിനാണ് ദൈവം തന്റെ പ്രമാണങ്ങളെ അവർക്ക് നൽകിയത്. നമുക്കറിയാം, 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ദൈവം തന്റെ ജനത്തിന് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ ജനം വിശുദ്ധന്മാരായിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആവർത്തനം 28:9 നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. അപ്പൊ വചനം എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ ദൈവം നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. അപ്പൊ നമ്മെ വിശുദ്ധ ജനമാകുവാൻ വിളിച്ചിരിക്കുന്നു. നാം വിശുദ്ധ ജനമാകണമെങ്കിലോ ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തോട് ഇപ്രകാരം പറഞ്ഞത്. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 38-39 വാക്യങ്ങളില് ദൈവം ഒരു സുപ്രധാന കാര്യം തന്റെ ജനത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അവർ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. സുപ്രധാനമായ ദൈവത്തിന്റെ നിർദ്ദേശമാണ്.
തലമുറ തലമുറയായി ഇസ്രായേൽ മക്കൾ വസ്ത്രത്തിന്റെ തലയ്ക്കൽ, കോണിന്റെ തലയ്ക്കൽ പൊടിപ്പുണ്ടാക്കുകയും ആ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. എന്തിനാണ്? നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും ബോധിച്ച പ്രകാരം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് നിങ്ങൾക്ക് ജ്ഞാപകമായിരിക്കണം. അപ്പൊ നോക്കിയേ, ദൈവ കൽപ്പനകളുടെ വഴിയിൽ തന്റെ ജനം സഞ്ചരിക്കേണ്ടതിന് അവരുടെ വസ്ത്രത്തിന്റെ കോൺതലയ്ക്കൽ പൊടിപ്പുണ്ടാക്കുകയും ആ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. ആ നീലച്ചരട് കാണുമ്പോൾ അവർ എന്ത് മനസ്സിലാക്കണം? ദൈവം ഞങ്ങളെ ഒരു വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്തു. ഹൃദയത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് പരസംഗമായി നടക്കാതെ, കണ്ണിന്റെ ആലോചനയ്ക്കനുസരിച്ച് പരസംഗമായി നടക്കാതെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തെ അനുസരിക്കേണ്ട എന്ന് പഠിപ്പിച്ച് മനുഷ്യനെ വഞ്ചിച്ച് തെറ്റിൽ വീഴ്ത്തിയ പിശാച് ഇന്നും പ്രവർത്തിക്കുന്നതിന്റെ അനന്തരഫലമായി അനേകർ ദൈവകൽപ്പന ലംഘികളായി തീർന്ന അശുദ്ധിയിൽ വീണിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. അനുസരണവും വിശുദ്ധീകരണവും, ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ. എന്താ കാരണം? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ യാതൊരു അശുദ്ധനും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ നമ്മൾ അശുദ്ധന്മാർ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല എങ്കിൽ നാം വിശുദ്ധന്മാരായി തീരേണ്ടത് ആവശ്യമാണ്. എങ്ങനെ വിശുദ്ധന്മാരാകാം? ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധന്മാരാകാം. അതിന് നമുക്ക് ഈ നല്ല പ്രഭാതത്തിൽ തീരുമാനമെടുക്കാം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നല്ല തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കാം. നാം നല്ല പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലരും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കഷ്ടതയിലും കണ്ണുനീരിലും ഇരിക്കുന്നവരുണ്ട്, നിരാശയുടെ നിരയില്ലാ കയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവയ്ക്കൊക്കെ പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരുവനെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല പ്രശ്നത്തിനും പരിഹാരകനാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അനുസരണത്തിലൂടെ മാത്രമേ അടിയങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ എന്ന് അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അതുകൊണ്ട് ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യാതൊരു അശുദ്ധനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന തിരുവചനം പറയുമ്പോൾ അടിയങ്ങൾ അനുസരണക്കേടിന്റെ വഴിയിൽ സഞ്ചരിച്ച അശുദ്ധന്മാരെ തീരുവാനല്ല, പിന്നെയോ അനുസരണത്തിലൂടെ വിശുദ്ധിയിലേക്ക് മുന്നേറുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, നെടുവീർപ്പുകൾ, ആകുലതകൾ, മാനസിക സംഘർഷങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം വരുത്തണമേ. അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ. മാനവ മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.